ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 നടന്ന ഒരു ചോദ്യപേപ്പറാണ്. ആദ്യ ചോദ്യം ഇതാണ്. ഫൈനൽ കീ വെച്ചിട്ടാണ് നമ്മൾ ആൻസേഴ്സ് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഇത് LGSന്റെ ചോദ്യപേപ്പർ ആയിരുന്നു. യൂണിവേഴ്സിറ്റി LGSന്റെ പ്രിലിംസിന്റെ ചോദ്യപേപ്പർ ആയിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. ഗംഗ ശുദ്ധീകരണ പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ: സേവ് ഗംഗ പദ്ധതി, മിഷൻ ഗംഗ, മിഷൻ ക്ലീൻ ഗംഗ, നമാമി ഗംഗ. അപ്പൊ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു പദ്ധതിയാണ്. ഉത്തരം നമാമി ഗംഗ. ഇനി നമ്മുടെ അടുത്ത ചോദ്യം, 2021 ഐക്യരാഷ്ട്ര സംഘടന കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ്? ഉത്തരം UK-യിലാണ്. 2021 ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥ വ്യതിയാന സമ്മേളനം നടന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം. നമ്മളുടെ ഉത്തരം UK ആണ്. ആൻസർ UK. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ ചോദ്യം ഇതാണ്. ഈ UN-ന്റെ കാര്യം, അതായത് UN കാലാവസ്ഥ ഉച്ചകോടി കൂടി ഒന്ന് പറയുകയാണ്. 2021 UN-ന്റെ നമ്മൾ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം UN ഉച്ചകോടി നടന്നത് യുണൈറ്റഡ് കിങ്ഡം UK ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ പേര് COP26 എന്നായിരുന്നു. COP26 എന്നായിരുന്നു. ഇത് ഗ്ലാസ്ഗോയിലാണ് നടന്നത്. ഇനി 2022 COP27 നടന്നത് ഈജിപ്തിലാണ്. എവിടെയാണ്? ഈജിപ്തിലാണ്. ഇനി COP28 2023 UN കാലാവസ്ഥ ഉച്ചകോടി നടന്നത് ദുബായിലാണ്, UAE. ഇനി നമുക്ക് COP29 2024 കാര്യം അറിയണം. 2024 ബാക്കു എന്ന സ്ഥലത്താണ്, അസർബൈജാൻ ബാക്കുവിലാണ്. ഇനി COP30 കുറിച്ച് പറയുന്നു. 2025 എവിടെയാണ്? ബ്രസീലിലാണ്. 2025 ബ്രസീൽ എന്ന് പറയുമ്പോൾ ബെലം എന്ന സ്ഥലം. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. 2021 COP26 എന്നാണ് അതിന്റെ പേര്. UK-യിലാണ്, ഗ്ലാസ്ഗോ സ്കോട്ട്ലാൻഡിലാണ് മീറ്റിംഗ് നടന്നത്. 2022 ഈജിപ്തിലും, 2023 ദുബായ് UAE-യിലും, 2024 അസർബൈജാൻ ബാക്കുവിലും, 2025 ബ്രസീലിലുമാണ് നടക്കുന്നത്. ബ്രസീൽ എന്ന് പറയുമ്പോൾ നമുക്ക് ബെലം എന്ന് ഓർത്തു വെക്കാൻ പറ്റും. ഈ ബെലം, ഇങ്ങനെയാണ് സ്ഥലത്തിന്റെ പേര്, BELEM, ബെലം എന്ന. ഇനി നമ്മൾ 2022 ധാക്ക അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ ഏത് ഇന്ത്യൻ സിനിമയ്ക്കാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം കിട്ടിയത് എന്ന് നോക്കുകയാണ്. കൂഴങ്ങളിലാണ്. 2022 ധാക്ക അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ ഇന്ത്യൻ സിനിമ മികച്ച സിനിമയായി കൂഴങ്ങൾ. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആരാണ്? 2019 പോൾ സക്കറിയയാണ് നമ്മുടെ വള്ളത്തോൾ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ആരാണ്? പോൾ സക്കറിയ. ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള പുരസ്കാരം നോക്കണം, അല്ലെ? വള്ളത്തോൾ പുരസ്കാരം. അപ്പൊ ഈ വള്ളത്തോൾ പുരസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ വള്ളത്തോൾ മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവനയുമായി ബന്ധപ്പെട്ടാണ് പുരസ്കാരം. 91 പുരസ്കാരം ഏർപ്പെടുത്തിയത്. 1,11,111 രൂപയാണ് ഇതിന്റെ സമ്മാന തുക വരുന്നത്. എല്ലാം കുറെ ഒന്നുകളാണ്, അല്ലെ? അപ്പൊ ആദ്യമായിട്ട് ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയത് പാലാ നാരായണൻ നായരനായിരുന്നു ആദ്യ പുരസ്കാരം. 2019 വള്ളത്തോൾ പുരസ്കാരമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ തൊട്ടു മുമ്പ് സക്കറിയയ്ക്കായിരുന്നു കിട്ടിയത്. പോൾ സക്കറിയ 2019 കിട്ടിയത്. 2018 കിട്ടിയത് ആർക്കായിരുന്നു? M മുകുന്ദനായി. 2018 M മുകുന്ദനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ ആണ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ആദ്യം കിട്ടിയത് ആർക്കാണ്? ആദ്യം കിട്ടിയത് നമ്മളുടെ പാലാ നാരായണൻ നായർക്കാണ്. ഓക്കെ ആണ്? ക്ലിയർ ആണ്? ഓക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത്
2021-22 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആരാണ്? 2021-22 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആര്? നമ്മുടെ ഉത്തരം ആരായിരിക്കും? നിർമ്മല സീതാരാമൻ. നിർമ്മല സീതാരാമൻ. ഓക്കെ ആണ്. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തകർന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉക്രൈൻ നിർമ്മിത വിമാനം ഏതാണ്? AN-225 മരിയ. AN-225 മരിയ. 2021 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയ മലയാളി ആരാണ്? മലയാളിയാണ് ചോദ്യം. മലയാളി ആരാണ്? നമ്മുടെ ഉത്തരം PR ശ്രീജേഷ്. ഇപ്പൊ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ഏത് മലയാളിക്ക് കിട്ടി? നമ്മുടെ PR ശ്രീജേഷ്, ഹോക്കിക്കാരൻ PR ശ്രീജേഷ്. നിലവിലെ കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? AN ഷംസീർ. 2022 ഫിഫ വേൾഡ് കപ്പ് ആതിഥേയം വഹിക്കുന്ന രാജ്യം ഏത്? ഫിഫ വേൾഡ് കപ്പ് ഖത്തറാണ് നമ്മളുടെ വേൾഡ് കപ്പ് ഫുട്ബോൾ ആതിഥേയം നിലവിലെ കേരള ലോകായുക്ത ചെയർമാൻ സിറിയക് ജോസഫാണ്. സിറിയക് ജോസഫ്. കേരളത്തിന്റെ തീരപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മലബാർ തീര സമതലം. ഇപ്പൊ പശ്ചിമഘട്ടത്തിൽ വരുന്നതാണ് മലബാർ തീര സമതലം. ഇപ്പൊ നമ്മുടെ പടിഞ്ഞാറൻ തീര സമതലത്തില് 3 ഉണ്ട്. ഏതൊക്കെയാണ്? ഗുജറാത്ത്, കൊങ്കൺ, മലബാർ തീരം. എന്നാൽ കിഴക്കൻ തീര സമതലത്തില് 2 വടക്കൻ സിർക്കാസും കൊറമാൻഡലുമാണ്. കേരളം വരുന്നത് മലബാർ തീര സമതലത്തിലാണ്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹമാണ് ലക്ഷദ്വീപ്. വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ 2ആയി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ ഏതാണ്? നമ്മുടെ ഉത്തരം ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഏക അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. ഇത് 8 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഏതൊക്കെയാണ് ഈ 8 സംസ്ഥാനങ്ങൾ? ഉത്തരം ഗുജരാമച്ച പമിത്ര എന്ന് ഓർത്തുവെക്കുക. ഗുജരാമച്ച പമിത്ര. ഗുജറാത്ത്, ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, പശ്ചിമ ബംഗാൾ, മിസോറാം, ത്രിപുര. അപ്പോ 8 സംസ്ഥാനങ്ങൾ. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏതാണ്? അപ്പോ ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്നത് ചോദിച്ചാൽ മാന്നാർ കടലിടുക്ക്. മാന്നാർ കടലിടുക്ക്. ഇനി ഇന്ത്യ ശ്രീലങ്ക മാന്നാർ കടലിടുക്ക്. ഇന്ത്യയിലെ ദേശീയപാത 3 ബന്ധിപ്പിക്കുന്നത് നാഷണൽ വാട്ടർവേ 3 കൊല്ലം കോഴിക്കോടാണ് കറക്റ്റ് ആൻസർ. 365 കിലോമീറ്റർ. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് പറയുന്നു. നാഷണൽ വാട്ടർവേ 1 അലഹബാദ് ഹാൽദിയാണ്, ഗംഗാ നദിയിലൂടെയാണ്. സാധ്യ ദ്രുബ്രിയാണ് നമ്മുടെ നാഷണൽ വാട്ടർവേ 2. ഇത് ബ്രഹ്മപുത്ര നദിയിലൂടെയാണ്. അസമിനെയും ബംഗ്ലാദേശുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. കേരളത്തിലൂടെ കടന്നു പോകുന്നതാണ്. കൊല്ലം കോട്ടപ്പുറം വഴിയായിരുന്നു, ഇപ്പൊ കൊല്ലം കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട്. കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ ധാതുവാണ് തോറിയം. ഫിൽമണൈറ്റ്, മോണോസൈറ്റ്, ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് നോക്കാം. ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് തോറിയം എന്ന് പറയുന്നു. തോറിയം കേരളത്തിൽ എവിടെ നിന്നാണ്? ചവറ അല്ലെ. ഇനി പാലക്കാടും ഈ തോറിയം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണപ്പാടം ഏതാണ്? അസമിലെ ദിഗ്ബോയി ആണ്. ഏറ്റവും വലിയ എണ്ണപ്പാടമോ മുംബൈ ഹൈ ആണ്. ഇനി ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ഏതാണ്? ഗുജറാത്തിലാണ്, ജാംനഗർ ആണ്. ഗുജറാത്തില് ജാംനഗർ. ഇനി അങ്കലേശ്വറിന്റെ പ്രത്യേകത എന്താണ്? ജവഹർലാൽ നെഹ്റു അങ്കലേശ്വറിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് അല്ലെ, സമൃദ്ധിയുടെ എണ്ണപ്പാടം എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ചിട്ടുണ്ട് അങ്കലേശ്വറിനെ. എന്താണ് ജാരിയ? ഇത് കൽക്കരി പാടമാണ്. എണ്ണപ്പാടമാണോ? അല്ല, കൽക്കരിയുടെ പാടമാണ്. ജാരിയാണ് ഏറ്റവും വലിയ കൽക്കരി പാടം.
ഇനി ഏറ്റവും പഴയ കൽക്കരിപ്പാടത്തിന്റെ പേര് റാണിഗഞ്ച് എന്നാണ്. റാണിഗഞ്ച്. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല ഏതാണ്? നമ്മുടെ ഉത്തരം പ്രാഥമിക മേഖലയാണ്. പ്രാഥമിക മേഖലയിൽ കൃഷിയുണ്ട്, പിന്നെയോ മത്സ്യബന്ധനമുണ്ട്. കൃഷിയുണ്ട്, മത്സ്യബന്ധനമുണ്ട്. പിന്നെ എന്തുണ്ട് പ്രാഥമിക മേഖലയില്? ഖനനം ചെയ്യലുണ്ട്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, വനവുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ. അപ്പൊ ദ്വിതീയ മേഖലയിൽ എന്തൊക്കെയുണ്ട്? നമ്മുടെ ദ്വിതീയ മേഖല എന്ന് പറയുമ്പോൾ വ്യവസായവും കെട്ടിട നിർമ്മാണവുമാണ്. തൃതീയ മേഖല ഇൻഷുറൻസ്, ബാങ്കിങ്, പോലീസ് സേവനങ്ങൾ, ആശുപത്രി, വിദ്യാഭ്യാസം, അങ്ങനെ നിരവധി കച്ചവടങ്ങൾ, വ്യാപാരങ്ങൾ, ഇതൊക്കെ തൃതീയ മേഖലയാണ്. ചതുഷ്ടയ മേഖല എന്ന് പറഞ്ഞൊരു സാമ്പത്തിക മേഖലയുണ്ടോ? ഇല്ല. പ്രാഥമികം, ദ്വിതീയം, തൃതീയം, മൂന്നെണ്ണേ ഉള്ളൂ. ഇന്ത്യയിലെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? നമ്മുടെ ഉത്തരം തുമ്പയാണ്. VSSC എന്ന പേര് മാറ്റി വിക്രം സാരാഭായി സ്പേസ് സെന്റർ എന്നാക്കി. തുമ്പയാണെങ്കിൽ യുവനിന് സമർപ്പിച്ചിട്ടുണ്ട്. അത് ഇന്ദിരാഗാന്ധിയാണ് സമർപ്പിച്ചത്. തിരുവനന്തപുരം ജില്ലയിലാണ്. തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് നൈക് അപ്പാച്ചെ, അതൊക്കെ ചോദിക്കാറുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേ 1853 അല്ലെ, ബോംബെ താനെ ഫസ്റ്റ് റെയിൽവേ. അപ്പോ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുമ്പോൾ റെയിൽവേയില് എന്താണ് ഓർക്കേണ്ടത്? നമുക്ക് ഇപ്പോ വാട്ടർ മെട്രോയും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വന്ന് നിൽക്കുന്ന സമയമാണ്. ലോകത്ത് തന്നെ ഏറ്റവും മികച്ച റെയിൽവേ സംവിധാനങ്ങളുള്ള രാജ്യമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ബുള്ളറ്റ് ട്രെയിൻ വരാൻ പോകുന്നു. 2026 ബുള്ളറ്റ് ട്രെയിൻ വരാൻ പോകുന്നത്. അപ്പോ ഇന്ത്യയുടെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭമാണ് ഇന്ത്യൻ റെയിൽവേ. അപ്പോൾ ഇപ്പൊ റെയിൽവേ ബഡ്ജറ്റ് ഉണ്ടോ? ഇല്ല. റെയിൽവേ ബഡ്ജറ്റ് നിർത്തലാക്കി. ഇപ്പൊ ഒരു പൊതു ബഡ്ജറ്റ് മാത്രമേ ഉള്ളൂ. ആദ്യ റെയിൽവേ മന്ത്രി ആരാണ്? മലയാളിയാണ്, ജോൺ ആണ് അല്ലെ. ഇനി വന്ദേ മാതരം എന്ന രാഷ്ട്രഗീതം 1882 ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതി. ഈ നോവലിൽ ഏത് നോവലിൽ നിന്ന് എടുത്തൊരു ആനന്ദമഠം? ആനന്ദമഠം എന്ന് പറയുമ്പോൾ ഏതാണിത്? ഇതൊരു നോവലാണ് എന്ന് മനസ്സിലായി. എക്സാമിന്റെ ചോദ്യമാണ്. 82 എഴുതിയത്. ബംഗാളിയിലാണ് ഇത് എഴുതിയത്. ബംഗാളി നോവലിസ്റ്റ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. ഇത് നമ്മുടെ ദേശീയ ഗീതമാണ്. സന്യാസി കലാപത്തെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ ഗാനം പാടി തീർക്കാൻ 52 സെക്കൻഡ് ആണ് ആവശ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ 1976 ഒരു ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത്. 42ാം ഭരണഘടനാ ഭേദഗതി 76 ഇന്ദിരാഗാന്ധിയാണ് ഈ സമയത്ത് പ്രധാനമന്ത്രി. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് ഈ സമയത്ത് രാഷ്ട്രപതി. 10 മൗലിക ചുമതലകളാണ് ഈ സമയത്ത് ചേർത്തത്. റഷ്യയിൽ നിന്നാണ് മൗലിക കടമകൾ കടമെടുത്തത്. നിലവിൽ 11 മൗലിക കടമകളുണ്ട്. ഇനി അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 പൗരന്മാർക്ക് ചില മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. താഴെ പറയുന്നതിൽ ഒരു അവകാശം ഭാഗം 3 ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതാണ് ഈ അവകാശം? വ്യക്തി സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 19 മൗലിക അവകാശമാണ്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അതുമായി ബന്ധപ്പെട്ട അവകാശം 26 to 28 വരുന്നതാണ് ശരി. 25 മുതൽ 28 വരെ വരുന്നതാണ് ശരിയാണ്. സമത്വത്തിനുള്ള അവകാശമാണ് 14 to 18 വരെ പരാമർശിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ശരിയാണ്. തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്നത് 39D ആണ്. 12 to 35 ആണ് മൗലിക അവകാശങ്ങൾ. 36 to 51 നിർദ്ദേശക തത്വങ്ങളാണ്. ഇത് നിർദ്ദേശക തത്വമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ആർട്ടിക്കിൾ 21A 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി ഉറപ്പു നൽകുന്നു. ഏത് ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ചാണ് ഈ വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അപ്പോ 21A അല്ലെ. 21A എന്ന് പറയുന്നത് നിർബന്ധം. 86ാം ഭേദഗതി. 86ാം ഭേദഗതിയാണ് 21A. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യം നിർബന്ധവുമായ വിദ്യാഭ്യാസമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ രൂപീകരണ വേളയിൽ ഒരു മൗലിക അവകാശമായി ഉൾപ്പെടുത്തുകയും പിന്നീട് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തു മാറ്റം ചെയ്തത് നമ്മുടെ സ്വത്തവകാശത്തെയാണ്.
300A ഇതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തി. 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലാണ് സ്വത്തവകാശത്തെ നീക്കം ചെയ്തത്. താഴെ പറയുന്നവയിൽ ഏത് വകുപ്പിനെയാണ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത്? 32-ാം വകുപ്പിനെയാണ്. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്നത് 2005-ലാണ്. ജൂൺ 15-നാണിത് നിലവിൽ വരുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യമാണ് നമ്മളുടെ ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ NHRC താഴെ പറയുന്ന തെറ്റായ പ്രസ്താവന എന്താ? മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്ക് സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷന് അധികാരമുണ്ട്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആദ്യ ചെയർപേഴ്സൺ രംഗനാഥ മിശ്ര ശരിയാണ്. പരാതികളിൽ അന്വേഷണം നടത്താൻ അധികാരമുണ്ട് ശരിയാണ്. 1993 പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം നിലവിൽ വന്നതാണ് ശരിയാണ്. ഈ 3 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനുള്ള അവകാശം ഇവർക്കില്ല. അപ്പൊ ഉത്തരം ഓപ്ഷൻ A ആണ്. അപ്പൊ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? അരുൺകുമാർ മിശ്ര 12ാമത്തെ വ്യക്തിയാണ്. ഇന്ത്യയുടെ ദേശീയ പതാക മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947-ലാണ്. 1947 ജൂലൈ 22-നാണ്. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ച് രാജ, പഴശ്ശി രാജയാണ് പൈച്ച് രാജ, കൊട്ടിയൂട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്. കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിക്കപ്പെട്ടത് ആരാണ്? വില്യം ലോഗൻ കമ്മീഷൻ. ഖരിസപ്പള്ളി ലിഖിതം എഴുതിയത് ആരാണ്? അയ്യനടികൾ തിരുവടികളാണ്. മാർ സബീർ ഈശോയ്ക്ക് കച്ചവടം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ്. സ്ഥാണു രവിവർമ്മയായിരുന്നു ആ സമയത്ത് രാജാവ്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്ര പ്രവേശന വിളംബരത്തെയാണ്. തിരുവിതാംകൂർ സൗജന്യം നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് ആരാണ്? നമ്മുടെ ഉത്തരം റാണി ഗൗരി പാർവതി ഭായ്. രാജസമാചാരം എന്ന പത്രം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം രാജസമാചാരം ഹെർമൻ ഗുണ്ടർട്ട് കേരളത്തിലെ ആദ്യ പത്രമാണ്. തുലാമ്പത്ത് സമരമാണ് പുന്നപ്ര വയലാർ സമരം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. ഇനി മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടി ഏതാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. കണ്ണീരും കിനാവും എന്ന ആത്മകഥ VT ഭട്ടതിരിപ്പാട് മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് 1891 ജനുവരിയിലാണ്. ഇതിന്റെ നേതാവ് GP പിള്ളയാണ്. KP ശങ്കരൻ ആദ്യം ഒപ്പിട്ടപ്പോൾ രണ്ടാമത് GP പിള്ള, പിന്നെ ആരാണ്? നമ്മുടെ പൽപ്പു മൂന്നാമത് ഒപ്പിട്ടു. ക്രിക്കറ്റ് ഇതിഹാസമായ ഷെയ്ൻ വോണിന്റെ ജന്മസ്ഥലം ഏതാണ്? ഓസ്ട്രേലിയ. പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ഏത്? ടേബിൾ ടെന്നീസ്. ഹോക്കി കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരമാണ് നമ്മുടെ ധ്യാൻ ചന്ദ്. പൂക്കോട്ട് തടാകം വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ഉയരത്തിലുള്ള ശുദ്ധജല തടാകം പൂക്കോട്ട്, വടക്കേറ്റത്തുള്ള ശുദ്ധജല തടാകം. പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ നാടുകളെ കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് കേരളത്തിലെ നാടുകൾ വട്ടെഴുത്ത് ലിഖിതം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത പദ്ധതി ഏതാണ്? നമ്മുടെ ഉത്തരം മൂലമറ്റം. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദിയാണ് പെരിയാറ്. 244 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. 5 തിണകളിൽ നെയ്തൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഈ നെയ്തൽ എന്ന് പറയുമ്പോൾ നെയ്മീൻ ഓർക്കുക, കടൽ തീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സംഘകാലഘട്ടത്തിൽ ഉപ്പു വ്യാപാരികൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? നമ്മുടെ ഉത്തരം ഉമണർ എന്ന പേരിലാണ് സംഘകാലഘട്ടത്തിൽ ഉപ്പ് വ്യാപാരികൾ അറിയപ്പെട്ടിരുന്നത്. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി, ഇങ്ങനെ അവധിനെ വിശേഷിപ്പിച്ചത് നമ്മുടെ ഡൽഹൌസി പ്രഭുവാണ്.
ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസിന്റെ സമ്മേളനം 1924 ബെൽഗാം സമ്മേളനമാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? നമ്മുടെ ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? നമ്മുടെ ഉത്തരം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയത് ക്ലെമന്റ് ആറ്റ്ലിയാണ്. സന്താളർ അധിവസിച്ചിരുന്ന ഭൂമി ഏതാണ്? നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിൽ ജനിച്ച വ്യക്തിയാണ്. സന്താൾ എന്ന ഗോത്ര വിഭാഗക്കാരിയാണ്. ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതിയാണ്. ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ ഗവർണറായ വനിത കൂടിയാണ്. ഇനി വനിത 2ാം സ്ഥാനമാണ് രാഷ്ട്രപതി എന്ന രീതിയിൽ. സന്താളർ ജാർഖണ്ഡിലാണ് അധിവസിക്കുന്നത്. ജാർഖണ്ഡ്, പഞ്ചാബ്, നമ്മുടെ ഈ ഒരു പ്രദേശം കൂടി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു. അപ്പൊ സന്താളർ എന്ന് പറയുമ്പോൾ ജാർഖണ്ഡ് ഓർക്കുക. ഇനി നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ സന്താളർ അധിവസിച്ചിരുന്ന ഭൂമി ദാമിനി കോഹ് ആണ്. ദാമിനി കോഹ്. 1855 സന്താൾ കലാപം ഉണ്ടായി. സിദ്ധു എന്ന വ്യക്തിയും കാനുവും തമ്മിലാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏതാണ്? പ്ലാസി യുദ്ധമാണ്. സത്യസമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരിയാണ് വില്യം ബെന്റിക് പ്രഭു. ഇതിനു വേണ്ടി പോരാടിയത് രാജാറാം മോഹൻ റോയിയാണ്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്, ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് നമ്മുടെ സർദാർ വല്ലഭായി പട്ടേലിനെയാണ്. ഇന്ത്യയുടെ ബിസ്മാർക്ക്, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, ഇങ്ങനെയൊക്കെ അറിയപ്പെടും. താഴെ തന്നിരിക്കുന്നവയിൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിന്റെ പേര് എന്താണ്? നമ്മുടെ ഉത്തരം ഇനാമൽ. പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യന്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? കോമ്പല്ല് 4 ആണ്. ഉളിപ്പല്ല് 8 ആണ്. ഇനി ടോട്ടല് 32 പല്ലുകൾ. ഏത് ജീവകത്തിന്റെ അഭാവമാണ് മോണയിൽ പഴുപ്പ്, രക്തസ്രാവം തുടങ്ങിയവ കാണുന്നത്? ജീവകം സി. ജീവകം സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം എന്താണ്? സ്കർവി. ജീവകം സിയുടെ നാമം അസ്കോർബിക് ആസിഡ്. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേരാണ് സുകൃതം. ഇനി നമ്മള് കൊതുകുകൾ മുഖേന പകരുന്ന രോഗങ്ങളിലേക്ക് പോവുകയാണ്. കൊതുകുകൾ മുഖേന. നമ്മുടെ ഉത്തരം കൊതുകുകൾ മുഖേന അല്ലാതെ പകരുന്ന രോഗങ്ങൾ എന്നാണ് ചോദ്യം. ഓക്കെ. മന്ത് കൊതുകുകൾ പരത്തുന്നു അല്ലെ? മലമ്പനി കൊതുകുകൾ പരത്തുന്നു. ഇനി കൊതുകുകൾ പരത്താത്തത് കുഷ്ഠം, കോളറയാണ്. കുഷ്ഠം, കോളറ. കുഷ്ഠം എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു വളരെ നാളുകൾ എടുക്കുന്ന സാംക്രമിക രോഗമാണ്. വളരെ കുറച്ച് മാത്രം പകരുന്ന ഒരു രോഗമാണ്. കോളറ ഭക്ഷണം വഴി ഇതൊക്കെ എന്ത് വരുന്നുണ്ട്? കോളറ പകരുന്നുണ്ട്. മലമ്പനിയും മന്തും നമ്മുടെ എന്താണ്? കൊതുകുകൾ പരത്തുന്നതാണ്. ക്ലിയർ ആണ്? അനോഫിലസ് കൊതുകാണ് മലമ്പനി. മന്ത്, ക്യുലെക്സ് കൊതുകുകളാണ്. താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഉത്തരം കോഴിക്കോട്. സ്പൈസസുമായി ബന്ധപ്പെട്ട ജില്ല സുഗന്ധ ഇടുക്കി ജില്ലയാണ്. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെ അളവ് 78%. ചന്ദ്രശങ്കര എന്ന് പറയുന്നത് നെല്ലിന്റെ സങ്കര വർഗമാണ്. അല്ല, നെല്ലല്ല, തെങ്ങ്. ചന്ദ്രശങ്കര എന്ന് പറയുമ്പോൾ തെങ്ങിന്റെ സങ്കര വർഗമാണ്. ഇനി പവിത്ര എന്ന് പറഞ്ഞാൽ നെല്ലാണ്. വെണ്ട, അർക്ക. അർക്ക എന്ന് പറയുന്നത് വെണ്ടയാണ്. ഇനി താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് ലക്ഷഗംഗ, കേരഗംഗ, ഇത് ചന്ദ്രശങ്കര, ഇതൊക്കെ തെങ്ങ. താഴെ പറയുന്നവയിൽ മണ്ണിന്റെ ജൈവാംശം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു. ഏത് ടെസ്റ്റാണ് മണ്ണിന്റെ ജൈവാംശം? ഹൈഡ്രജൻ പെറോക്സൈഡ്. ലോക വനദിനം. വനജയുടെ കാലിന് ക്ഷയം. മാർച്ച് 21 ഓർക്കുക. ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജോൺ
ഡാൾട്ടൺ ആണ് അറ്റോമിക സിദ്ധാന്തം. സിങ്കിന്റെ അയിരാണ് കലാമിൻ. സിങ്കിന്റെ അയിര്. കാലാവസ്ഥ ബലൂണുകൾ നിറയ്ക്കുന്ന ഉത്കൃഷ്ട വാതകമാണ് ഹീലിയം. ഹീലിയം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത്? ഭൂവൽക്കത്തിൽ ഓക്സിജൻ. വാഹനങ്ങളില് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? വാഹനങ്ങളുടെ ബാറ്ററിയില് സൾഫ്യൂരിക് ആസിഡ്. ഒരു വസ്തുവിന്റെ വേഗത. വേഗത എന്ന് പറയുമ്പോൾ ദൂരം ബൈ സമയമാണ് വേഗത. ഒരു വസ്തുവിന്റെ വേഗതയുമായി ബന്ധപ്പെട്ടത് ഡിസ്റ്റൻസ് ആയിരുന്നെങ്കിൽ നമുക്ക് പറയാം സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ഇതിനകത്ത് ഫൈനൽ ആൻസർ കീഴില് ദൂരം ഇൻറ്റു സമയം എന്ന് കൊടുത്തിരിക്കുന്നു. പക്ഷെ തെറ്റാണ്. സ്പീഡ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? വേഗതയെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഓക്കെ, ഫൈനൽ ആൻസർ കീ ഇത് തെറ്റാണ് അല്ലെ. ഇത് ബാക്കിയെല്ലാം ശരിയാണ്. ദൂരം എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ്. ദൂരം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് t/s ആണ്. അത് ശരിയാണ്. സമയം എന്ന് വെച്ചാൽ ദൂരം ബൈ വേഗത, അതും ശരിയാണ്. വേഗത ദൂരം ബൈ സമയം, അതും ശരിയാണ്. തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചത്. ഇത് മാത്രമാണ് തെറ്റ്. നമുക്ക് ഒരെണ്ണം കിട്ടാമെങ്കിൽ എല്ലാം കിട്ടും അല്ലെ. d/t/s. d എന്ന് വെച്ചാൽ t/s, t d/s, s d/t. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? പ്രവൃത്തിയുടെ യൂണിറ്റ് നമ്മളുടെ ഉത്തരം ജൂൾ. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി ISRO. ഇന്ത്യ ISRO. അമേരിക്ക നാസ. റഷ്യ RSA. മനുഷ്യന്റെ ശരാശരി JX ഏതാണ്? ജപ്പാനാണ്. ESAയോ യൂറോപ്പ്. മനുഷ്യന്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് എന്ന് ചോദിച്ചാൽ നമ്മളുടെ ഉത്തരം 37 ഡിഗ്രി സെൽഷ്യസ്. ലെൻസിന്റെ ഫോക്കസ് ദൂരം പവർ ബന്ധിപ്പിക്കുന്ന സമവാക്യം P = 1/f ആണ്. ലെൻസിന്റെ പവറും അതുപോലെ തന്നെ ഏതുമായി ബന്ധിപ്പിക്കുന്നത്? ഫോക്കസ് ദൂരം. ഇനി വേറൊരു ഇക്വേഷൻ ഉണ്ട്, R = 2f. റേഡിയസ് എന്ന് വെച്ചാൽ 2f, 2 ഫോക്കൽ ലെങ്ത്. അത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ഇനി മാത്സ് ചോദ്യങ്ങളായതുകൊണ്ട് തന്നെ ഉത്തരങ്ങൾ പറയുക. 1 മുതൽ 21 വരെ തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുക എത്ര? നമ്മളുടെ ഉത്തരം 441 ആണ്. 441 ആണ്. 1 മുതൽ തുടർച്ചയായ 21 ഒറ്റ സംഖ്യകളുടെ തുക എത്ര? ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ n² ആണ്. n². 21ന്റെ സ്ക്വയർ ആണ് ഉത്തരം. 1000ന്റെ വർഗത്തിൽ 1 കഴിഞ്ഞ് എത്ര 0 കാണും? 1000ന്റെ വർഗം 6 0 കാണും. 1000ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 6 0. 900 km/h വേഗത്തിൽ ഓടുന്ന ഒരു വാഹനം സെക്കൻഡിൽ എത്ര ഓടും? അപ്പൊ കൺവേർട്ട് ചെയ്യണം. മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് ഗുണിക്കുക. 18 5 90 ആണ്. 25 മീറ്റർ ആണ്. 6 8 10 നിശേഷം ഹരിക്കാവുന്ന ചെറിയ സംഖ്യ LCM കാണുക. 6 8 10. അപ്പൊ വലുതാണല്ലോ LCM. അപ്പൊ പ്രോപ്പർ ആയിട്ട് കാണുക. 2 കൊണ്ട് 3, 24 8, I2 10. ഇനി കോമൺ ഒന്നുമില്ല. I4 20 ആണ്. 23 6 4 24, 240 ആണ് നമ്മളുടെ ഉത്തരം വരുന്നത്. അല്ല, 6 8 10 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് ചോദിച്ചത്. ഓക്കെ, 6 2 12, 120 ആണ് ഉത്തരം വരുന്നത്. 23 6, I4 20 എന്ന് നമ്മൾ എടുത്തല്ലോ. അപ്പൊ 20ഉം 6ഉം 120 ആണ്. അടുത്തത് 3 4 5 6 8 വിട്ടുപോയ സംഖ്യ എന്താണ്? അപ്പോ നമ്മളുടെ ഉത്തരം 10. ഉത്തരം എന്താണ്? 10. ഇനി ഈ 3 4 5, അടുത്തത് 6 8 10. 6 2 8 ആണ്. 8 2 കൂട്ടുക 10 കിട്ടും. രണ്ട് സംഖ്യകളുടെ ലസാഗു 300, ഉസാഗ 10. ഒരു സംഖ്യ 60, മറ്റേ സംഖ്യ കാണുക. 300 ഗുണം ഉസാഗ 10 സമം ഒരു സംഖ്യ x, മറ്റേ സംഖ്യ 60.
അപ്പൊ നമ്മൾ വെട്ടുന്നു 6 5 30 ഉത്തരം 50 എന്ന് കിട്ടി. അടുത്ത ചോദ്യം 1/8 + 1/9 1/x ആണ്. എക്സിന്റെ വില എത്ര? 9 8 17 / 9 8 72. തിരിച്ചിടുമ്പോൾ എക്സിന്റെ വില കിട്ടി 72/17. √x + √64 9.1 എക്സിന്റെ വില. √x എന്ന് വെച്ചാൽ √64 8 ആണ്. 8 കുറച്ചു 1.1 എന്ന് കിട്ടി. √x എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ സ്ക്വയർ ആണ് 1.1 അല്ലെ, രണ്ടിടത്തും സ്ക്വയർ ചെയ്തു. എക്സിന്റെ വിലയാണ് ചോദിച്ചത്. 11ന്റെ സ്ക്വയർ 121 ആണ്. 1.21 എന്ന് വരുന്നു. 1.21. 10 102 ആണ് എങ്കിൽ 20 എന്താണ്? 402. 10ന്റെ സ്ക്വയർ ആണ് 100, 20ന്റെ സ്ക്വയർ 400, അതിൻ്റെ കൂടെ 2 കൂട്ടി. 1.25 × 1.25 a² - 2ab + b² എന്നാണ് വന്നത്. a - b ദ ഹോൾ സ്ക്വയർ. a - b എന്ന് പറയുമ്പോൾ 2 - 1.25. അപ്പോ നമുക്ക് കിട്ടുന്നത് 1.75 ആ ഒരു രീതിയിൽ കിട്ടുന്നു. a - b ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. ഓക്കെ ആണ്. 0.75 ആ ഒരു രീതിയിൽ കിട്ടുകയാണ്. അതിന്റെ സ്ക്വയർ a - b ദ ഹോൾ സ്ക്വയർ ആണ് നമ്മളുടെ ഉത്തരം. 1 എന്ന് കിട്ടും. 1.25ഉം 2. ഇതും കൂടെ കുറച്ചാൽ മതി. a - b ദ ഹോൾ സ്ക്വയർ ആണ്. a² - 2ab + b². കൂട്ടത്തിൽ പെടാത്ത സംഖ്യ ഇതങ്ങ് എലിമിനേറ്റ് ചെയ്യും. 64 8 64 അങ്ങനെ എടുക്കാം. സ്ക്വയർ ആണ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യും. ഒരു റേഡിയോ 20% ലാഭത്തിന് 720 രൂപയ്ക്ക് വിൽക്കുന്നു എങ്കിൽ റേഡിയോയുടെ വാങ്ങിയ വില എത്രയാണ്? ഉത്തരം 600. 30 പേരുടെ ശരാശരി ഭാരം 60. കൂട്ടത്തിൽ നിന്ന് ഒരാൾ മാറിയപ്പോൾ ശരാശരി 60.5. മാറിയ ആളുടെ ശരാശരി എത്രയാണ്? നമ്മുടെ ഉത്തരം വരുന്നത് 45.5. 16 മീറ്റർ നീളമുള്ള ചരട് 80 സെന്റിമീറ്റർ നീളമുള്ള എത്ര കഷ്ണങ്ങളാക്കി മാറ്റാം? 80/16 നോക്കുക, 20. 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1ഉം 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2ഉം 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3ഉം 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 4ഉം കിട്ടുന്ന ചെറിയ സംഖ്യ. അപ്പോൾ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1, 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2, 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3, 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 4. 2 3 6 5 ഇതിന്റെ എൽസിയം കാണുക. എൽസിയം മൈനസ് പൊതുവ്യത്യാസം. എല്ലാം പൊതുവ്യത്യാസം 1 ആണ്. എൽസിയം കാണുക, 1 കുറയ്ക്കുക. അതാണ് നമ്മളുടെ ഉത്തരം. നമുക്ക് ആൻസർ വരുന്നത് സി ആണ്, 59. ഒരാൾ 6500 രൂപയ്ക്ക് വാങ്ങിയ ഫോണ് 5980 രൂപയ്ക്ക് വിറ്റു. നഷ്ടശതമാനം വ്യത്യാസം ബൈ വാങ്ങിയ വില × 100. ഇനി വിട്ടുപോയ സംഖ്യ ഏതാണ്? 1 1 2 ആണ്. 2 1 3 ആണ്. 3ഉം 2ഉം കൂടെ 5 ആണ്. ഇത് തൊട്ടടുത്തത് തമ്മിൽ കൂട്ടുക. 5 3 8 ആണ്. ഇനി 8 5 13 ആണ് ഉത്തരം. അടുത്ത ചോദ്യം മാർഗം ഇങ്ങനെ എഴുതി കോഡുകൾ നോക്കി എഴുതുക. ഉത്തരം 21 752. 120 കിലോമീറ്റർ 30 km/h വേഗത, 120 കിലോമീറ്റർ 20 km/h വേഗത, മുഴുവൻ യാത്രയിലെ ശരാശരി വേഗത എത്രയാണ്? നമ്മുടെ ഉത്തരം ബി ആണ്. 34 വയസ്സുള്ളപ്പോൾ മൂത്ത മകൻ ജനിച്ചു. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം 65. അപ്പൊ 100 ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ് വീണ്ടും കാണാം. ബൈ.